നമുക്ക് DM ഓഫീസിൽ നിന്നും ഡെങ്കിപ്പനി ഉണ്ടെന്ന് പറഞ്ഞ് തന്ന നമ്പർ പ്രകാരമാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ആ ഫോൺ എടുത്തിട്ട് ആ വ്യക്തി പറഞ്ഞു, ഞാൻ ശ്രീജിത്തല്ല, വിവേകാണ്, എൻ്റെ വീട് വയനാട് സുൽത്താൻ ബത്തേരിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സോറി പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചു. പനി കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അന്നത്തെ ദിവസം ഒരു മണി വരെയും ഇവൻ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തി. ഇനി എന്നെ വിളിച്ച് ശല്യപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പോലീസിൽ അറിയിക്കുമെന്ന് വ്യക്തിയോട് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവൻ എൻ്റെ നമ്പറുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ട്, നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ. മോശം വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. തമിഴ്, ഹിന്ദി, അങ്ങനെ കുറേ ആൾക്കാർ. കേരളത്തിൽ ജോലി ചെയ്യുന്ന ആർക്കും ഗവൺമെൻറ് അങ്ങനെ ഒഫീഷ്യൽ നമ്പറുകളൊന്നുമില്ല. എല്ലാവരും അവരുടെ പേഴ്സണൽ നമ്പറിലാണ്. എല്ലാ വ്യക്തികളെ വിളിക്കണം, നമുക്ക് വിവരശേഖരണം നടത്തണം, പിന്നെ നമുക്ക് കുറേ ജോലികളുണ്ട്. അതെല്ലാം നമ്മുടെ ഫോൺ വഴിയാണ് എല്ലാ സർവേ അടക്കം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട്. പിന്നെ ഞങ്ങളെപ്പോലുള്ള ആരോഗ്യപ്രവർത്തകർക്കൊരു സ്വന്തമായൊരു ഫോണും ഒരു സിമ്മും തന്നാൽ അത്രയും നല്ലതായിരുന്നു. പകർച്ചവ്യാധി നിയന്ത്രണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് പാലക്കാട് DMO ഓഫീസിൽ നിന്ന് ലഭിച്ച ഒരു നമ്പറിലേക്ക് ഫോൺ വിളിച്ചതാണ് പാലക്കാട് മുണ്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടുള്ള രമ്യ. മുണ്ടൂർ സ്വദേശിനിയാണ് അവർ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഈ ഫോൺ നമ്പർ മാറി കോള് പോയത് വയനാട് സ്വദേശിയായിട്ടുള്ള ഒരു യുവാവിനാണ്. ആ നമ്പർ റോങ് നമ്പർ ആണ് എന്നുള്ള കാര്യം പിന്നീട് രമ്യ മനസ്സിലാക്കുകയും രമ്യ കാര്യങ്ങളെല്ലാം ആ യുവാവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇതിന് ശേഷം രമ്യ നേരിടേണ്ടി വന്നത് തീർത്തും മനുഷ്യത്വരഹിതമായിട്ടുള്ള സൈബർ ഗ്രൂപ്പുകളുടെ ആക്രമണമാണ്. രമ്യ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഹലോ, നിങ്ങൾ ആരാന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ ഓൾ കേരള, ഓൾ ഇന്ത്യ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളെ നമ്പർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. വിളികൾ വന്നുകൊണ്ടേയിരിക്കും. ഫോൺ നിലത്ത് വെക്കാൻ പറ്റൂല. ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരാന്ന് പറഞ്ഞോ. ഞാൻ ഈ വ്യക്തി ആദ്യം വിളിക്കുന്നത് ജൂലൈ 16-നാണ്. നമുക്ക് DM ഓഫീസിൽ നിന്നും ഡെങ്കിപ്പനി ഉണ്ടെന്ന് പറഞ്ഞ് തന്ന നമ്പർ പ്രകാരമാണ് ഞാൻ വിളിച്ചത്. ഞാൻ വിളിച്ചു, ഈ വ്യക്തിയായിട്ട് സംസാരിച്ചു. മുണ്ടൂർ സ്വദേശിയാണെന്നാണ് ആദ്യം ഞാൻ മുണ്ടൂർ സ്വദേശിയാണെന്നാണ് വിചാരിച്ചത്. ശ്രീജിത്ത് 27 വയസ്സ്, ഡെങ്കിപ്പനി എന്ന് പറയുന്നത് നമുക്ക് റിപ്പോർട്ട് വന്നത്. ഞാൻ ഇവർ തന്ന നമ്പർ പ്രകാരമാണ് ഞാൻ ഈ വ്യക്തിയെ വിളിക്കുന്നത്. അപ്പോൾ ആ ഫോൺ എടുത്തിട്ട് ആ വ്യക്തി പറഞ്ഞു, ഞാൻ ശ്രീജിത്തല്ല, വിവേകാണ്, എൻ്റെ വീട് വയനാട് സുൽത്താൻ ബത്തേരിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സോറി പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചു. പക്ഷേ പിന്നീട് പിറ്റേ ദിവസം വെള്ളിയാഴ്ച മുതൽ ഈ വ്യക്തി എന്നെ നിരന്തരം വിളിക്കുകയും, ഞാൻ പാലക്കാട് മുണ്ടൂർ വന്നിട്ടുണ്ട്, മുണ്ടൂർ വന്നപ്പോൾ എനിക്ക് പനിയുണ്ടായി, അത് എലിപ്പനിയാണ്, അവിടെ ഒരു ക്ലിനിക്കിൽ കാണിച്ചു, ഇപ്പോൾ എനിക്ക് തീരെ വയ്യ, എനിക്ക് പനി കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അന്നത്തെ ദിവസം ഒരു മണി വരെയും ഇവൻ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തി. അവസാനം ഞാൻ 1 മണിയായപ്പം ഞാൻ പറഞ്ഞു, ഇനി എന്നെ വിളിക്കണ്ട, ഇനി എന്നെ വിളിച്ച് ശല്യപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പോലീസിൽ അറിയിക്കുമെന്ന് വ്യക്തിയോട് പറയുകയും ചെയ്തു. അതിനുശേഷം ഈ വ്യക്തി വയനാട് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു എനിക്കെതിരെ. എന്നെ പാലക്കാട് നിന്നൊരു സ്ത്രീ വിളിച്ചിട്ട് എന്നെ ശല്യപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വയനാട് നിന്ന് പോലീസ് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പോലീസിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷമാണ് ഇവൻ എൻ്റെ നമ്പറുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ട്, നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ. കാരണം ഒരു ഗ്രൂപ്പിലൊക്കെ 1000-ൽ പേരാണ് മെമ്പർഷിപ്പുള്ളത്. അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലാണ് ഇവനിട്ടത്. എനിക്ക് ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഇവൻ്റെ കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കുകയാണെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് എനിക്ക് പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചേക്കുന്നു, നിങ്ങളുടെ നമ്പർ ഞാൻ എല്ലാ ഇൻ്റർനാഷണൽ അടക്കം എല്ലാ ഗ്രൂപ്പിലും പ്രചരിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇന്ന് കോളുകൾ വന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് ഞാൻ പിന്നെ എൻ്റെ മേലുദ്യോഗസ്ഥരെ അറിയിച്ചു. അവരാണ് പറഞ്ഞ് സൈബർ സെല്ലിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സൈബർ സെല്ലിൽ ഞാൻ വെള്ളിയാഴ്ച ജൂലൈ 17 പരാതി കൊടുത്തു. എന്താണ് ഈ കോളുകൾ വിളിച്ചത്? അവരിപ്പോൾ എന്താ പറയുന്നത്? അവർ കൂടുതലും ആൾക്കാർ, ഞാൻ കോളുകൾ സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ എടുക്കാനേ പോയുള്ളൂ. ഹായ്, നിങ്ങളാരാണ്, അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങളും വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജുകളും മെസ്സേജുകളും പിന്നെ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മരനെ ആഡ് ചെയ്തു. അതിനകത്തൊക്കെ നല്ല ഞാൻ പിന്നെ ലെഫ്റ്റായി. മോശം വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. തമിഴ്, ഹിന്ദി, അങ്ങനെ കുറേ ആൾക്കാർ അതേ ലാംഗ്വേജിലൊക്കെയാണ് എന്നെ വിളിച്ചത്. ഇൻ്റർനാഷണൽ കോളടക്കം എനിക്ക് വന്നു. അതിനുശേഷമാണ് ഞാൻ വൈകിട്ടോടുകൂടി സൈബർ സെല്ലിനെ സമീപിച്ച് പരാതി രജിസ്റ്റർ ചെയ്തു. പക്ഷേ വെള്ളിയാഴ്ച ജൂലൈ 17-നാണ് കേസ് ഫയൽ ചെയ്തത്. ഇന്ന് ജൂലൈ 26 പോലും കേസിനൊരു ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. ഞാൻ വെള്ളിയാഴ്ച പരാതി കൊടുത്തു. വിളിച്ചു. ഞാൻ വെള്ളിയാഴ്ച പരാതി കൊടുത്തു. ശനിയാഴ്ച ഞായറാഴ്ച അടക്കം എന്നെ വ്യക്തി വീണ്ടും വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തണം, ഇല്ലെങ്കിൽ ഞാൻ ഇനിയും ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് അവസാനം സഹികെട്ട് നിങ്ങൾ ഈ സിമ്മ് ഒടിച്ച് കളയേണ്ട അവസ്ഥ വരും എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ കുറേയൊക്കെ എത്ര ബുദ്ധിമുട്ടിയെന്നറിയോ. 3 ദിവസം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. 2 ദിവസം ഞാൻ ലീവ് എടുത്തു.
കാരണം എനിക്ക് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വന്നു. നിങ്ങൾക്ക് ഈ പേഴ്സണൽ നമ്പർ മാത്രമാണോ ഉള്ളത് ജോലിയുടെ ഭാഗമായി ഉപയോഗിക്കാൻ? ഒരു നമ്പർ തന്നെ, ഈ നമ്പറിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും. എല്ലാ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരൊക്കെ അവർക്കൊക്കെ ഈ പേഴ്സണൽ നമ്പർ വെച്ചിട്ട് തന്നെയാണ് ജോലി? കേരളത്തിൽ ജോലി ചെയ്യുന്ന ആർക്കും ഗവൺമെൻറ് അങ്ങനെ ഒഫീഷ്യൽ നമ്പറുകളൊന്നുമില്ല. എല്ലാവരും അവരുടെ പേഴ്സണൽ നമ്പറിലാണ്. എല്ലാ വ്യക്തികളെ വിളിക്കണം, നമുക്ക് വിവരശേഖരണം നടത്തണം, പിന്നെ നമുക്ക് കുറേ ജോലികളുണ്ട്. അതെല്ലാം നമ്മുടെ ഫോൺ വഴിയാണ് എല്ലാ സർവേ അടക്കം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പകർച്ചവ്യാധി നിയന്ത്രണത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഗുരുതരമായി പോകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടായത്. അതിപ്പം സൈബർ സെൽ എന്താ പറയുന്നത്? ഇപ്പോൾ അവർ പ്രതിയെ പിടിക്കുമെന്നാണ് പറയുന്നത്. അവർ പറയുന്നത് ജില്ല മാറി എന്നാണ് പറയുന്നത്. ഇപ്പോൾ വയനാട് ജില്ലയിലെ അപ്പം ജില്ല മാറി അല്ലെങ്കിൽ ഉടനടി അറസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വയനാട് ജില്ലയായതുകൊണ്ട് അവിടുന്ന് DYSPയുടെ ഓർഡർ മേടിക്കണമെന്നാണ് അവർ പറയുന്നത്. ഇന്നലെ വിളിച്ചപ്പോഴും പ്രതിയെ ലൊക്കേറ്റ് ചെയ്തു, ഇനി അറസ്റ്റ് ഉണ്ടായാൽ മതി എന്നാണ് പറയുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. പിന്നെ ഞങ്ങളെപ്പോലുള്ള ആരോഗ്യ പ്രവർത്തകർക്കൊരു സ്വന്തമായൊരു ഫോണും ഒരു സിമ്മും തന്നാൽ അത്രയും നല്ലതായിരുന്നു. അതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അതായത് ജോലിയുടെ ഭാഗമായിക്കൊണ്ട് DMO ഓഫീസിൽ നിന്ന് ലഭിച്ച നമ്പറാണ്. അത് DMO ഓഫീസിൽ നിന്ന് നമ്പർ നൽകുന്നതിൽ ചെറിയൊരു പിശക് പറ്റിയതായിരിക്കാം. പക്ഷേ ആ നമ്പറിലേക്ക് അറിയാതെ വിളിക്കുന്നു, ഒരു യുവാവ് ഫോൺ എടുക്കുന്നു. അത് റോങ് നമ്പറാണെന്ന് മനസ്സിലായപ്പോൾ ആ യുവാവിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. പക്ഷേ അതിനുശേഷം പരാതി നൽകും, ഇനിയും വിളിച്ചാൽ അല്ലെങ്കിൽ നിരന്തരം ശല്യപ്പെടുത്താൽ എന്നറിയിച്ചപ്പോൾ പകരം പ്രതികാരമായി ആ യുവാവ് ചെയ്ത മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ രമ്യ നമ്മളോട് പറഞ്ഞത്. ഒരുപാട് മോശം രീതിയിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ആളുകളിലേക്കുമാണ് രമ്യയുടെ പേഴ്സണൽ നമ്പർ ഈ യുവാവ് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രമ്യയ്ക്ക് ഇപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടുള്ള രമ്യ ഈ പകർച്ചവ്യാധി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പല ആളുകളെയും ഫോൺ വിളിക്കുകയും അവരുടെ രോഗങ്ങൾ തിരക്കുകയും രോഗാവസ്ഥ മനസ്സിലാക്കുകയും എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് ആ ജോലികളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം നിരന്തരമായി ഈ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു അറ്റാക്കും ആക്രമണമാണ് അവർക്ക് നേരെ ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ട് ദിവസങ്ങളാവുന്നു, ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടൊരു നടപടി വേണം എന്നുള്ളതാണ് രമ്യയുടെ ആവശ്യം. മാത്രമല്ല, ഇനിയെങ്കിലും സംസ്ഥാനത്ത് ഇനി ഒരു ആരോഗ്യ പ്രവർത്തകർക്കും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടിയുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കണം. എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും അവർക്ക് സർക്കാർ തന്നെ ഒരു ഒഫീഷ്യൽ ഫോണും സിമ്മും നൽകണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇനിയും വലിയ അബദ്ധങ്ങൾ സംഭവിച്ചാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ കടുത്ത നടപടി സ്വീകരിക്കണം. ഈ തെറ്റുകാരനായിട്ടുള്ള അല്ലെങ്കിൽ രമ്യയെ നിരന്തരം ഉപദ്രവിക്കാൻ ആക്രമിക്കാൻ വേണ്ടി ഈ സൈബർ ഗ്രൂപ്പുകളിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള യുവാവിനെ കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.